നമ്മൾ ഇടുക്കിയിലേക്ക് പോകുന്നു. അവിടെ പ്രിൻസ് ചേരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രിൻസ്, അവിടെ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? ഡാമുകളിൽ നിന്ന് ഇപ്പോഴും വെള്ളം പുറത്തേക്ക് തുടരുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാകുന്നു. വിനോദസഞ്ചാര മേഖലയും നിയന്ത്രണം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. മഴ ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ടോ? മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ടോ അവിടെ? തീർച്ചയായും നിലവിൽ ഇപ്പോഴും 3 ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതായത് ചെറുകിട ഡാമുകളായ മലങ്കര, കല്ലാർകുട്ടി, ഒപ്പം പാമ്പള ഡാമുകളിൽ നിന്നും നേരിയ തോതിലെങ്കിലും വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ജില്ലയിൽ മഴ ഇന്ന് രാവിലെ മുതൽ മഴ പെയ്യുന്നുണ്ട്. എങ്കിലും ശക്തമായ ഒരു മഴയില്ല, ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. എങ്കിലും മഴ പെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതിശക്തമായ മഴ ഉച്ചയ്ക്ക് ശേഷമൊക്കെ പെയ്യുമോ എന്നൊരു ആശങ്ക കൂടി ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അടുത്ത ദിവസങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം ജില്ലയിലെ രാത്രികാല യാത്ര ജാഗ്രതയൊക്കെ തുടരുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും മലയോര പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകട സാധ്യതകൾ മുൻകരുതി പരമാവധി യാത്രകൾ ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നു. ഒപ്പം നേര്യമംഗലം അടിമാലി ദേശീയപാതയിൽ നേര്യമംഗലം അടിമാലി ഭാഗത്തെ യാത്രാ നിരോധനം നിലനിൽക്കുകയാണ്. രാത്രികാല യാത്രാ നിരോധനം നിലനിൽക്കുകയാണ്. ഒപ്പം മൂന്നാർ മേഖലയിലും ജാഗ്രത തുടരുന്നു. കാരണം മൂന്നാർ CSI പള്ളിക്ക് സമീപം മുൻപ് ഉണ്ടായ മണ്ണിൽ ഉണ്ടായ വിള്ളലൊക്കെ വലിയ തോതിൽ ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. ഒപ്പം വിവിധ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ കനത്ത മഴയിൽ പ്രധാന പാതകളിലടക്കം വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും മുണ്ടക്കയം കുട്ടിക്കാനം പാതയിലും അടിമാലി നേര്യമംഗലം പാതയിലും ഒക്കെ വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ ഉണ്ടാകുകയും ഗതാഗത തടസ്സം ഉണ്ടാകുകയും ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ വലിയ തോതിലൊരു മഴ ഇല്ല എന്ന് തന്നെയാണ് ആശ്വാസകരം. ക്യാമ്പുകൾ ഇപ്പോഴും 13 ക്യാമ്പുകൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആളുകൾ ഈ ക്യാമ്പുകളിൽ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ചും വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. നിരവധി 14 വീടുകളോളം ആദ്യത്തെ ദിവസത്തെ മഴയിൽ തന്നെ ഇവിടെ തകർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം 86 വീടുകൾ ഭാഗികമായും തകർന്നൊരു സാഹചര്യമുണ്ട്. ഈ വീടുകളൊക്കെ പുനർനിർമ്മിച്ച് നൽകുമെന്ന് ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനമാണ് എടുത്തത്. ഒപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി റോഡുകളിൽ 70ഓളം ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള റോഡുകൾക്ക് കേടുപാടുകൾ സംഭവിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് പുനർനിർമ്മിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനുള്ള നടപടികളിലേക്കൊക്കെ എത്തേണ്ടതുണ്ട്. കാരണം പ്രധാന പാതകളിലടക്കം വലിയ തോതിലുള്ള കേടുപാടുകൾ റോഡുകൾ ഉണ്ട്. പ്രത്യേകിച്ചും കുമളി കോട്ടയം പാതയിലൊക്കെ ഇത്തരത്തിൽ സമാനമായ സാഹചര്യത്തിൽ വലിയ വിള്ളലുകളും ഒപ്പം മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടായ ഒരവസ്ഥയുണ്ട്. റോഡിന്റെ ഭാഗത്തോളം ഒക്കെ ഇല്ലാതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റോഡുകളുടെ വീണ്ടെടുക്കലൊക്കെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കേണ്ട ഒരു സാഹചര്യം കൂടി ജില്ലയിലുണ്ടോ. ഒപ്പം കാർഷിക നാശം ഏകദേശം 3 കോടിയോളം രൂപയുടെ കൃഷിനാശം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലുമൂടെ ജില്ലയിൽ ഉണ്ടായെന്നാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. ഒപ്പം കാറ്റിൽ മരമൊടിഞ്ഞു വീണുള്ള കൃഷിനാശം കൂടി കണക്കിലെടുക്കുമ്പോൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ കാർഷിക മേഖലയിൽ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വൈദ്യുതി വകുപ്പിനും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും നിലവിൽ ജില്ലയിൽ മഴ അല്പം കുറഞ്ഞിട്ടുണ്ട്. മഴ പെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിശക്തമായൊരു മഴ ഇല്ല എന്നത് തന്നെ ആശ്വാസകരമാണ്. അതോടൊപ്പം തന്നെ ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളിൽ ഇപ്പോഴും കാര്യമായ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നതാണ് വസ്തുത. പ്രത്യേകിച്ചും ഇടുക്കി, മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ തോതിൽ ഇപ്പോഴും വെള്ളം കുറവാണ്. ഏകദേശം ഇടുക്കിയിൽ 2350 അടിയിലേക്ക് മുകളിലേക്ക് വെള്ളം എത്തിയെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഇതിലെ ഈ നിരക്കിനേക്കാൾ വലിയ തോതിൽ കൂടുതലുണ്ടായിരുന്നു. മൺസൂൺ കാലഘട്ടത്തിൽ ലഭിക്കേണ്ട ഒരു നീരൊഴുക്കോ ഉയർന്ന ജലത്തിന്റെ അളവ് ജില്ലയിലെ പ്രധാന അണക്കെട്ടുകളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ശരി, ഇടുക്കിയിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് പ്രിൻസ് ജെയിംസ് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.